YSRCPയുടെ കാലത്ത് തിരുമലയിലെ തിരുപ്പതി ക്ഷേത്രത്തിൽ വിതരണം ചെയ്ത ലഡു നിർമ്മിച്ചത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പും മത്സ്യ എണ്ണയും ഉപയോഗിച്ചാണെന്ന വിവാദം കെട്ടടങ്ങിയില്ല. വിവാദങ്ങൾക്കിടയിലും 4 ദിവസം തിരുപ്പതി ക്ഷേത്രത്തിൽ വിറ്റുപോയത് 14 ലക്ഷം ലഡു. തീർത്ഥാടകർ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നൽകാനാണ് ലഡു വാങ്ങാറുള്ളത്. വിവാദമൊന്നും ലഡു വിൽപ്പനയെ തൊട്ടിട്ടേയില്ല എന്നാണ് ഇത് നൽകുന്ന സൂചന. പ്രതിദിനം 60,000 തീർത്ഥാടകർ എത്തുന്ന തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രസാദമായി നൽകാൻ എല്ലാ ദിവസവും 3 ലക്ഷം ലഡു നിർമ്മിക്കുന്നു. വിവാദം കത്തിപ്പടർന്നിട്ടും 4 ദിവസം കൊണ്ട് 14 ലക്ഷം ലഡുവാണ് വിറ്റ് തീർന്നത്. സെപ്റ്റംബർ 19-ന് 3.59 ലക്ഷവും സെപ്റ്റംബർ 20-ന് 3.17 ലക്ഷവും സെപ്റ്റംബർ 21-ന് 3.67 ലക്ഷവും സെപ്റ്റംബർ 22-ന് 3.60 ലക്ഷവും ലഡുവാണ് വിറ്റത്. ഓരോ ദിവസവും 3 ലക്ഷത്തിൽ പരം ലഡു വിൽപ്പന നടന്നു. വലിയ അളവിലാണ് തീർത്ഥാടകർ പ്രസാദം വാങ്ങുന്നത്. ലഡു നിർമ്മാണത്തിന് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുവെന്ന് ആദ്യം ആരോപിച്ചത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ്. പിന്നാലെ ഗുജറാത്തിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ സാമ്പിളിൽ മൃഗക്കൊഴുപ്പിന്റെയും മത്സ്യ എണ്ണയുടെയും സാന്നിധ്യം കണ്ടെത്തി. തുടർന്ന് സംഭവത്തിൽ SIT അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആന്ധ്ര സർക്കാർ. നായിഡുവിന്റെ ആരോപണം YSRCP തള്ളിയിരുന്നു. പ്രസാദമായി നൽകുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർത്തുവെന്ന ആരോപണത്തെ തുടർന്ന് തിരുപ്പതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ശുദ്ധികലശം നടത്തിയിരുന്നു. 4 മണിക്കൂറോളം ദൈർഘ്യമുള്ള പൂജയാണ് നടത്തിയത്. ദോഷമകറ്റാനും ലഡു പ്രസാദങ്ങളുടെ പവിത്രത വീണ്ടെടുക്കാനും വേണ്ടിയാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി.